Hello, welcome back to our 7th day crochet tutorial series. ഇന്ന് നമ്മളുടെ 7th day ആൻഡ് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് അടിപൊളിയായിട്ടൊരു ഐറ്റം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ തംബ്നെയിലൊക്കെ കണ്ടതുപോലെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പച്ച തവളേനെയാണ് കേട്ടോ. അപ്പോൾ എന്നെ പോലെ തവളേനെ പേടിയുള്ള ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ കമൻസിൽ അത് പറയാൻ മറക്കണ്ട. ഞാൻ തവളേനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ക്രോഷേ ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ക്യൂട്ട് ആൻഡ് ഫൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അധികം സംസാരിച്ച് നമ്മുടെ സമയം കളയണ്ട. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ബേസിക് സ്റ്റിച്ചസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഇന്ന് വേണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു യാൺ, പിന്നെ നമുക്ക് സിസേഴ്സ്, അതേപോലെ യാണിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹുക്ക് എടുക്കണം, പിന്നെ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള സ്റ്റിച്ച് മാർക്കർ. അപ്പോൾ ഇത്ര സാധനം നമുക്കിന്ന് വേണ്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു 2mm ഹുക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ എനിക്ക് സ്റ്റിച്ചസ് കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ യാണിന് മാച്ചിങ് ആയിട്ടുള്ള ഹുക്ക് സൈസ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ ഒരു മാജിക് റിംഗ് ആണ് കേട്ടോ ഇടുന്നത്. സോ ഈ ഒരു 7th day ആയപ്പോഴേക്കും നിങ്ങളൊക്കെ ഇതിൽ തറവായിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാട്ടെവർ ഞാൻ ഒന്നുകൂടെ ഇത് ഫോളോ അപ്പ് ചെയ്ത് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം മാജിക് റിംഗ് നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ഒരു യാണിൻ്റെ ഈ എൻഡ് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ മേലെയുള്ള 2 ഫിംഗേഴ്സിലേക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഒന്നിങ്ങോട്ടേക്ക്. അപ്പോൾ ഈ ഒരു എക്സ് മാർക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു താഴെയുള്ള ചൂണ്ടുവിരലും കൊണ്ട് നമ്മൾ ഈ യാൻ ഒന്നിവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. ഇത് ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ, അങ്ങനെ. ഇനി നമ്മൾ ഈ ഒരു ഹുക്ക് ഇതേപോലെ യാണിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ഒരു പോർഷനിലുള്ള യാണിനെ ഇതേപോലെ പുറത്തേക്കൊന്ന് ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് അതേ യാൺ തന്നെ നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് ഇതേപോലെ ഹുക്ക് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു ലോക്ക് പോലെ വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വൺസ് നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പം ഇവിടെ ഒരു കെട്ട് പോലെ വീഴുന്നതിനെ നമ്മൾ ഇതേപോലെ കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് മുഴുവൻ ലൂസായി പോകും. ഇനി നമുക്ക് ഈ കൈ ലൂസ് ചെയ്തെടുക്കാം. ആൻഡ് നമുക്ക് എങ്ങനെയാണോ ഞാൻ ഹോൾഡ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അതേപോലെ നമ്മുടെ കയ്യിൽ ഞാനൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു ത്രെഡ് കണ്ടില്ലേ, ഒരു സൈഡിൽ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ത്രെഡിൻ്റെ അറ്റവും കിടപ്പുണ്ടാവും, ഒരു സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ അത് രണ്ടും കൂടെ കണ്ടില്ലേ, പ്ലസ് ഈ ഒരു നോട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു ത്രെഡിനെ പിടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഇങ്ങനെ പിടിക്കുമ്പോഴത്തെ ഉപകാരം ഇതുണ്ട്, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി ഈസി ആയിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വൺസ് നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ സിമ്പിളായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ 8 സിംഗിൾ ക്രോഷേ ആണ് ഈ ഒരു മാജിക് റിങ്ങിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് നമ്മൾ എനിക്ക് തോന്നുന്നു അധികവും അത് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു 7 daysലൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് തറവായി കാണുമായിരിക്കും. സ്റ്റിൽ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മളിതാ ഈ ഒരു മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് നമ്മുടെ ഹുക്കൊന്ന് ഇതേപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതേപോലെ ഞാനൊന്ന് പുള്ളി ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ്. ദെൻ നമ്മൾ ഇതൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ലൂസായി പോകരുത് കേട്ടോ മാജിക് റിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കെട്ടിൻ്റെയും ഈ ഒരു സൈഡിലെ നൂലിൻ്റെ അറ്റത്ത് നമ്മുടെ കൈ നല്ലപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം. നമ്മൾ ഇതേപോലെ പുള്ളി ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഹുക്കിൽ 2 യാൻ്റെ ലൂപ്പ് ഇതേപോലെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതേപോലെ ഒന്നുകൂടെ ചുറ്റിയെടുത്ത് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. സോ സിമ്പിളാണ്. ഇതേപോലെ നമ്മൾ 6 എണ്ണമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ അകത്തുനിന്ന് പുള്ളി ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്നും കൂടെ ആ 2 ലൂപ്പിനകത്ത് കൂടെയും പുള്ളി ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ 2 സിംഗിൾ ക്രോഷേ ഇവിടെ ചെയ്തു. ഇതേപോലത്തെ 8 എണ്ണമാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാജിക് റിങ്ങിൽ ചെയ്യുന്നത്. 3 4 5 6 7 8. വൺസ് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ
ഈ മാജിക് റിങ് അങ്ങ് ക്ലോസ് ചെയ്യാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ ഒരു ത്രെഡിൽ പിടിച്ചിതിങ്ങനെ മെല്ലെ വലിച്ചു കഴിയുമ്പോൾ ഈ റിങ് അങ്ങ് ക്ലോസ് ആവും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു അറ്റം പുറകിലേക്ക് അങ്ങ് പിടിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു സിംഗിൾ ക്രോഷയിലേക്ക് ഈ ഞാൻ ഇതേപോലെ സിംഗിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ ആ 2 ലൂപ്പ് ഇതിനകത്ത് കയറിയിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കണ്ടില്ലേ, 1 and 2. എന്നിട്ട് വേണം നമ്മൾ ഇത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ അറ്റം കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഹുക്കിന്ന് ഇതേപോലെ ഹുക്ക് വിട്ട് കളയാതെ ഇതേപോലെ പുള്ളി ചെയ്തിങ്ങനെ ക്ലോസ് ചെയ്തെടുക്കുക. അപ്പം നമുക്കതൊരു കെട്ടായിട്ട് അവിടെ കിട്ടും. അപ്പോൾ 2 അറ്റം നമുക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇതേപോലെ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രോഗിൻ്റെ ഐസ് ആവാൻ പോകുന്ന പാർട്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രോഗിൻ്റെ കൈയും കാലുമാണ് കേട്ടോ. സെയിം തന്നെ നമ്മൾ മാജിക് റിങ്, ഈ ഒരു പ്രൊജക്റ്റ് മുഴുവൻ നമുക്ക് മാജിക് റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അടുത്തൊരു മാജിക് റിങ് നമ്മൾ ചെയ്യുക. ഇനി ഞാൻ മാജിക് റിങ്ങിൻ്റെ സ്റ്റെപ്പ് പറയില്ല കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് മാജിക് റിങ് ഒന്നുകൂടെ കാണണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഒന്നുകൂടെ എടുത്തിട്ട് നോക്കിയാൽ മതിയേ. സോ നമ്മൾ മാജിക് റിങ്ങിൽ ഇനി ചെയ്യാൻ പോകുന്നത് 6 സിംഗിൾ ക്രോഷേ ആണ് കേട്ടോ. 1 2 3 4 5. ഇനി നമ്മൾ ഈ ഒരു മാജിക് റിങ് ക്ലോസ് ചെയ്യുകയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ. ഈ ടൈല് ബാക്കിലേക്ക് ഇട്ടതിൻ്റെ ശേഷം നമ്മളിത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ക്ലോസ് ചെയ്യാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിലേക്കാണ് കേട്ടോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതെങ്ങനെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എണ്ണി നോക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 1 2 3 4 5 6. അപ്പോൾ ആ ഒരു 6ാമത്തെ സ്റ്റിച്ചാണ് നമ്മുടെ ഒരു ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഈ റൗണ്ട് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഇട്ട് വെക്കുകയാണ്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ സെയിം സ്റ്റിച്ചിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി 6 സിംഗിൾ ക്രോഷേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സെയിം സ്റ്റിച്ചിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ സ്റ്റിച്ചസ് ആയി പോകും. സോ നമ്മൾ അടുത്ത സ്റ്റിച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇവിടെ ഓൾറെഡി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റിച്ചിലാണ് നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. നമ്മളിനി ഈ ഒരു റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് എല്ലാ സിംഗിൾ ക്രോഷേ 6 സിംഗിൾ ക്രോഷേ ഉണ്ട്. 6 എണ്ണത്തിലും സിംഗിൾ ക്രോഷേ ഇൻക്രീസ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 12 സിംഗിൾ ക്രോഷേ ഈ ഒരു റൗണ്ട് എൻഡ് ആകുമ്പോൾ നമ്മൾക്ക് കിട്ടും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരെണ്ണം ഇവിടെ ചെയ്തു. ഇനി നമുക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ സ്റ്റിച്ച് മാർക്ക്, അല്ലെങ്കിൽ മാറി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തതും ഈ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇൻക്രീസ് അല്ലേ, ഇൻക്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സ്റ്റിച്ച് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അത് സിംഗിൾ ക്രോഷേ ആവാം, ഡബിൾ ക്രോഷേ ആവാം, വാട്ട് എവർ ഏത് സ്റ്റിച്ചിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ സ്റ്റിച്ചിൽ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്പോൾ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിലും നമ്മൾ അടുത്ത ആ ഒരു സിംഗിൾ ക്രോഷയിലും സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുവാണ്. ഇപ്പോൾ 1, ഇനി 2. അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും നമുക്ക് 12 സിംഗിൾ ക്രോഷേ നമ്മളുടെ ഈ റൗണ്ടിൽ ടോട്ടൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റിച്ച് ഇവിടെ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ചെയിൻ സ്റ്റിച്ചാണ്. അതിന് നമ്മൾ മൈൻഡ് ആക്കണ്ട. നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ കൗണ്ട് ഒന്ന് എടുത്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാവുന്നത് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ ഇരുന്ന സ്റ്റിച്ചിലേക്കാണ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുകയാണ്. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുവാണ്.
എന്നിട്ട് ഞാൻ സ്റ്റിച്ച് മാർക്കർ അവിടെ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു സിംഗിൾ ക്രോഷയിലേക്കാണ് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സിംഗിൾ ക്രോഷേ, ഇപ്പോൾ ഓൾറെഡി 12 സ്റ്റിച്ച് നമുക്ക് ഇവിടെ 12 സിംഗിൾ ക്രോഷേ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിലുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ 12 എണ്ണത്തിലും 12 ഓരോ സിംഗിൾ ക്രോഷേ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ ചെയ്തു, അടുത്ത സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, അതിൻ്റെ അടുത്ത സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ടും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്തിങ്ങനെ വരുന്ന സമയത്ത് ഇതുണ്ട്, ഇതേപോലെ ഇങ്ങനെ ഒരു കുഴിവ് ഇങ്ങനെ വരും, ലൈക്ക് ഒരു കപ്പ് പോലെ ഇതിങ്ങനെ അങ്ങനത്തെ ഒരു ഷേപ്പിലേക്ക് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മെല്ലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നേരെ തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നാലേ നമുക്ക് ഈ നല്ല വശം പുറത്തും ചീത്ത വശം അകത്തും പോകുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മേ ബി നമ്മൾ ഒരു സമയത്ത് ചിലപ്പം, കാരണം നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അറിയാതെ എങ്ങനെ ഈ അകം വശം ചിലപ്പോൾ പുറത്ത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ ഇരുന്ന സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ ഇട്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ കയ്യും കാലും ഞാൻ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡിക്രീസ് സ്റ്റിച്ചസ് ആണ്. ഡിക്രീസ് സ്റ്റിച്ചസ് ഈസി ആയിട്ട് പറയണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു സിംഗിൾ ക്രോഷേ ഇവിടെ കാണുന്നില്ലേ, ഒരു ലൂപ്പ് ഇവിടെ, ഒരു സ്റ്റിച്ച് ഇവിടെ ഉണ്ട്, അടുത്ത സ്റ്റിച്ച് ഇവിടെ ഉണ്ട്. നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ 2 സ്റ്റിച്ച് വീതമാണ് ചെയ്യുന്നത്. ഡിക്രീസ് സ്റ്റിച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റിച്ചിൻ്റെ എണ്ണം കുറയ്ക്കാനാണ്. സോ നമ്മൾ ചെയ്യുന്നത് ഈ സ്റ്റിച്ചിനെയും അതിനടുത്തുള്ള സ്റ്റിച്ചിനെയും കൂടെ ഒരു സ്റ്റിച്ചായിട്ട് കൺസിഡർ ചെയ്താണ് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് നിർത്തിയിട്ടുള്ളത്. അടുത്തത് എനിക്ക് ചെയ്യാനുള്ളത് ഒരു സിംഗിൾ ക്രോഷേ ആണ്. അപ്പോൾ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ സാധാരണ സെയിം ചെയ്തതുപോലെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് നിർത്തുക. നമുക്ക് സ്റ്റിച്ച് മാർക്കർ കൂടെ അവിടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഡിക്രീസ് സ്റ്റിച്ചിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അടുത്ത റൗണ്ടിൽ നമുക്ക് ഡിക്രീസ് ആണ് വരേണ്ടത്, സ്റ്റിച്ചിൻ്റെ എണ്ണം കുറവ് വരണം. നമുക്ക് ഡിക്രീസ് ചെയ്യുമ്പം നമ്മൾ സാധാരണ ഞാൻ പറയുന്ന പോലെ ഇവിടെ 2 ലൂപ്പ് ഉണ്ട് ഒരു സ്റ്റിച്ചിന്. ഇത് അതിൻ്റെ ഫ്രണ്ട്, ഇത് നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഈ നല്ല വശത്തോട് ചേർന്ന് വരുന്ന ആദ്യമുള്ളൊരു ലൂപ്പ് അതിൻ്റെ ഫ്രണ്ട് ലൂപ്പും, അത് കഴിഞ്ഞ് അതിൻ്റെ പുറകിലുള്ള രണ്ടാമത്തത് ബാക്ക് ലൂപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ നമ്മൾ ഡിക്രീസ് സ്റ്റിച്ചസ് ചെയ്യുമ്പം ഈ ഫ്രണ്ട് ലൂപ്പിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഒരു സ്റ്റിച്ചിൻ്റെ. ഓക്കെ, ഈ 2 എണ്ണത്തിൽ നമ്മളിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ലൂപ്പിൽ മാത്രം നമ്മൾ സ്റ്റിച്ച് ഇൻസേർട്ട് ചെയ്യുക. ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ടില്ല, അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിലെയും നമ്മൾ ഹുക്കിനെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ബെൻഡ് ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ടിലുള്ള ലൂപ്പിലേക്ക് മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടി, മനസ്സിലായില്ലേ? നെക്സ്റ്റ് സ്റ്റിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം. ഇനി നമ്മൾ ഇതേപോലെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, നേരത്തെ ചെയ്തതുപോലെ ഇതേപോലെ നമ്മുടെ യാനൊന്ന് ഹുക്കിൽ പുള്ളി ചെയ്തിങ്ങെടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ലൂപ്പ് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. സിംഗിൾ ക്രോഷേ ചെയ്താൽ സെയിം തന്നെ, ഇത് സിംഗിൾ ക്രോഷേ ഡിക്രീസ് സ്റ്റിച്ചാണ്. നമ്മൾ അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ സെയിം സ്റ്റിച്ചിൽ തന്നെ അറിയാതെ വർക്ക് ചെയ്ത് പോകരുത്. നമ്മൾ ഇവിടെ ഡിക്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റിച്ചിൽ നമ്മൾ സാധാരണ ഒരു സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഇനി വരുന്ന അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഡിക്രീസാണ് ചെയ്യുന്നത്. ഡിക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 2 ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാതെ ഫ്രണ്ട് ലൂപ്പിലേക്ക് മാത്രം ഫസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെയും രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിലേക്ക് മാത്രം. എന്നിട്ട് നമ്മൾ ഇതേപോലെ യാൻ പുള്ളി ചെയ്തെടുക്കുകയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു 2 ലൂപ്പ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. അതാണ് ഒരു ഡിക്രീസ് സ്റ്റിച്ച്. ഇനി ഇതേപോലെ യാൻ പുള്ളി ചെയ്തിട്ട് ഈ ഒരു സിംഗിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തു. അടുത്തതും വരുന്നത് ഒരു സിംഗിൾ ക്രോഷയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷേ ഡിക്രീസ്, സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്നാണ്. നെക്സ്റ്റിൽ നമ്മൾ ഡിക്രീസ് സ്റ്റിച്ച് പെർഫോം ചെയ്യാൻ പോകുന്നത് സെയിം തന്നെ. നമ്മൾ ഫസ്റ്റ് ലൂപ്പ് അതേപോലെ നമ്മുടെ യാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. യാൻ ജസ്റ്റ് ഹുക്ക് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നമ്മൾ മൂവ് ചെയ്യണം. നമ്മളിങ്ങനെ മെല്ലെ ഒന്ന് മൂവ് ചെയ്ത് ഇങ്ങനെ അടുത്ത സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് പോർഷനിൽ കൂടെ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു സിംഗിൾ ക്രോഷേ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം.
ഞാൻ പറഞ്ഞ പോലെ ഇനി അടുത്ത വരുന്ന സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റിച്ചസ് ഒക്കെ ഇവിടെ ലൂസ്, ഇപ്പം നമ്മൾ ഇങ്ങനെ പുള്ളി ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇത്രയും ലൂസായിട്ടൊരു സ്റ്റിച്ച് നമുക്ക് ആവശ്യമില്ല. അടുത്തൊരു ഇത് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു സ്റ്റിച്ച് ഇടാൻ പോകുമ്പോൾ ഇവിടെ ലൂസായി ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനം ഇവിടെ വേണ്ട. സോ നമ്മൾ ഇതേപോലെ നമ്മുടെ ഇതുണ്ട് ഈ ചൂണ്ടുവിരൽ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ അതിങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആമിഗ്രുമീസ് ചെയ്യുന്ന സമയത്ത്. സോ എന്നാലും നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചസും ആ ഒരു നീറ്റ്നെസ്സും കിട്ടുള്ളൂ ഒരു കംപ്ലീറ്റ് വർക്ക് ആകുമ്പോഴേക്കും. സോ നമ്മളിനി ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിക്രീസ് സ്റ്റിച്ചാണ്. ഫ്രണ്ട് ലൂപ്പ്, ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അവിടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു റൗണ്ടും കൂടെ ക്ലോസ് ചെയ്തു. അഗൈൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത റൗണ്ടിലെ എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഇപ്പോൾ ഇതാ ഒരു വാല് പോലെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ടല്ലോ, ഇവനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുട്ടി ഇതിനകത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്റ്റഫ് ചെയ്ത പോലെ ഫീലും ചെയ്യും, പ്ലസ് നമുക്ക് ആ ഒരു ത്രെഡും കളയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ അത് തിരിച്ചിതിനകത്തേക്ക് നല്ലപോലെ ഒന്ന് കുത്തി നിറച്ച് കൊടുക്കുക. ഇനി നമ്മൾ ബാക്കി ചെയ്യുന്ന സമയത്ത് ഈ റൗണ്ട് ഫുള്ള് സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് സെയിം തന്നെ, ഫസ്റ്റ് ലൂപ്പ്, പിന്നെ അടുത്ത സ്റ്റിച്ചിൻ്റെ ലൂപ്പ്, അതേപോലെ ഇങ്ങനെ പുള്ളി ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ പുള്ളി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി. അടുത്തതും നമ്മൾ അതേപോലെയാണ് ചെയ്യുന്നത്, ഡിക്രീസ് തന്നെ. നമ്മൾ സ്ട്രെസ്ഡ് ഒന്നും ആവേണ്ട, കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ സ്റ്റിച്ചസ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് നോക്കി കണ്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. കണ്ടില്ലേ? അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കുന്നു, ഇവനും പിന്നെ ഇതും. കണ്ടില്ലേ? നമുക്കിവിടെ ഇതാ ഒരു സിംഗിൾ ക്രോഷേ ഡിക്രീസ് ഇവിടെ ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇത്രയും ചെയ്തത് കഴിഞ്ഞപ്പം ഇതിനെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് ഈ ഒരു ഹോൾ ഇവിടെ വിസിബിൾ ആണ്. അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു സ്റ്റിച്ചിലേക്ക് ഞാൻ ഇതേപോലെ ഹുക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ലുക്ക് കാണാൻ. എന്നിട്ട് ഞാൻ എന്താ ഇവിടെ നിന്ന് ഈ ഒരു ഞാനിങ്ങനെ പുള്ളി ചെയ്ത് ഈ രണ്ട് ലൂപ്പിൻ്റെയും പുറത്തേക്ക് എടുക്കുകയാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിൽ തന്നെ നമുക്ക് ഇതുണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ നമ്മൾ പിടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കും. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ലെഗിൽ വർക്ക് ചെയ്യുന്നത്, ലെഗും അതെ കയ്യും അതെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചസ് ആണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1 2 3 4 5 6 7 ചെയിൻ സ്റ്റിച്ചാണ് കൈക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ സെയിം പാറ്റേൺ തന്നെ സെയിം രീതിക്ക് തന്നെയാണ് ഞാൻ ലെഗ് ചെയ്തിട്ടുള്ളത്. ലെഗിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പം നമ്മൾ ഓക്കെ അതിനെപ്പറ്റി പൊതിടാവണ്ട, ഫസ്റ്റ് നമ്മൾക്ക് കൈ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കൈക്ക് വേണ്ടിയിട്ടുള്ള 7 സ്റ്റിച്ച് ഇവിടെ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു കുറച്ച് നീളം ഇങ്ങനെ ഇട്ടിട്ടൊന്ന് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഹുക്കിന് ഇതേപോലെ ഇങ്ങനെ ഒരു കെട്ടിട്ട് ഈ ഒരു സ്റ്റിച്ച് ഈ ഒരു കൈയിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ കാണുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. കൈ ഞാൻ ഇതേപോലെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. 7 ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ കൈകൾ 2 എണ്ണം ചെയ്തേക്കുന്നത്. സെയിം പാറ്റേണിൽ തന്നെ കാലുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലുകൾ എന്ന് പറയുമ്പം 10 ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാണൊരു ഡിഫറൻസ് ഇവിടെ ആകെയുള്ളത്, വേണ്ടില്ലേ? അപ്പോൾ അങ്ങനെ നമ്മളുടെ കൈകളും കാലുകളും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.